എൽദോനെ അങ്ങ് തിരുമേലെടുത്ത് അവനെ കയ്യോടെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നാണ്. നമ്മളെ എൽദോനെ തിരുമേലെടുത്തതാ. കൊണ്ടുപോകാൻ കാറുമായിട്ട് വന്നേക്കുന്നു. നിങ്ങൾ മേടിക്കണ്ട, എൽദോ എവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾ തപ്പിയെടുത്ത് തന്നിരിക്കും. എല്ലാരോടും ഇടിച്ചു കയറി എങ്ങോട്ടാ? പിന്നെ എൽദോനെ കണ്ടുപിടിക്കണ്ടേ? കേറാപ്പാ. എങ്ങോട്ട് പോവുക? ഇതിനകത്ത് തിക്കും തിരക്കിലും പൊടിഞ്ഞു പോകും. കടയിൽ ആരും ഇങ്ങോട്ട് മാറിയേ. ഒന്ന് ഒതുങ്ങിയിരിക്കുവോ? എടാ വിട്ടോ, ഈ സ്ഥലമില്ല. വണ്ടി എഴുന്നൂറൊക്കെ നിർത്തിയാ മതി. പോണ്ട എൽദോ. ഞാൻ സിനിമ കാണും. എൽദോ രാവിലെ ഇടാൻ പറഞ്ഞതാണ്, കഴിഞ്ഞ ദിവസം ഇടാൻ പറഞ്ഞു. ഇടാൻ പോവാണ്. അയ്യോ ഇടാം, അത് വൈകുന്നേരം ഇന്ന് പഠിച്ചോളാം. ഇപ്പൊ പാട്ട് ഇന്ന് പഠിച്ചു. നിന്നെ അന്വേഷിച്ചു തന്നെ. നീ ഇതിലെ ഓടിയത്? നിങ്ങൾ എല്ലാവരും കൂടി ഓടിച്ചതല്ലേ? കാശ് കൊടുക്കാനുള്ളത് കാരം പിടിച്ച് വരികയാണെന്നല്ല ഞാൻ വിചാരിച്ചത്. എടാ എൽദോ, നിന്നെ തിരുമേലെടുത്തടാ. നിന്നെ തിരുമേലേക്ക് കൊണ്ടുപോകാനാണ് ആശാൻ കാറും കൊണ്ടുവന്നേക്കണത്. ആശാന് എന്റെ ആശാന്, ആശാൻ എന്റെ ദൈവമാണ് ആശാന്. എന്തോ പണ്ട് നമ്മുടെ സ്നാപയോ എന്ന നാടകത്തില് സരോജിനിയായിട്ട് അഭിനയിച്ചൊരു പെണ്ണില്ലേ, അവളെ നീ ഏതേ കൊണ്ടുവന്നത്? അതെ, അവളെ വേണം. എന്തിന്? സിനിമയിൽ അഭിനയിക്കാൻ. എന്താ അവളുടെ പേര്? അവളുടെ പേര് എന്റെ ദൈവമേ, പേര് വേണ്ട. പേര് കിട്ടിയില്ലേലും കുഴപ്പമില്ല, നമുക്ക് വേറെ പേരിടാം. അവളുടെ വീട് അറിയോ? അതെനിക്കറിയാം. എന്നാ പിന്നെ വണ്ടിയിലോട്ട് കയറി. കുറെ ദൂരെയാണ്, എല്ലാം സന്ധ്യയാവും. കുറെ വളവും തിരിവൊക്കെ ഉണ്ട്. വളയ്ക്കാനും തിരിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സാധനമാണിത്. അണ്ണാ, നീ വണ്ടിയിലോട്ട് കയറി. ഏത് പാതിരാത്രി ആണെങ്കിലും നമ്മൾ അവളുടെ വീട്ടിൽ ചെന്നിരിക്കാം. എല്ലാവരും കേരള കേറടാ. ഒരലി കുറച്ചൊന്ന് ഒതുങ്ങിയിരിക്കുവോ? ഓർക്കുന്നില്ലേ? മടി നിറങ്ങ. നിർത്ത് നിർത്ത് നിർത്ത്. സ്റ്റോപ്പ്. ആശാനെ, ആ കാണുന്നതാണ് വീട്. ആശാനും സാർ കാറിൽ തന്നെ ഇരുന്നാൽ മതി. ഞങ്ങൾ പോയി വേഗം വിളിച്ചിട്ട് വരാം. വേഗം വരണേ. അതേ വന്നി